കാഷ്വാലിറ്റിയിൽ പുകയെ തുടർന്ന് മാറ്റുന്നതിനിടെയാണ് രോഗികൾ മരിച്ചതെന്ന ആരോപണവുമായി ബന്ധുക്കൾ. കൊയിലാണ്ടി സ്വദേശി ഗംഗാധരൻ മരിച്ചത് ഓക്സിജൻ ലഭിക്കാതെയാണെന്നും വയനാട് മേപ്പാടി സ്വദേശി നസീറുടെ മരണം താൽക്കാലിക ഐസിയുവിലേക്ക് മാറ്റിയതിനു ശേഷമാണെന്നും ബന്ധുക്കൾ ആരോപിച്ചു. 5 പേരുടെ മരണത്തിൽ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു. ഇന്നലെ ഉച്ച മുതൽ ഓക്സിജന്റെ സഹായത്തോടെ ചികിത്സയിലായിരുന്നു കൊയിലാണ്ടി സ്വദേശി ഗംഗാധരൻ. കാഷ്വാലിറ്റി അത്യാഹിത വിഭാഗത്തിൽ പുകയുയർന്നതോടെ ഗംഗാധരനെ മാറ്റി. പുറത്തെത്തിച്ച് 5 മിനിറ്റ് കഴിഞ്ഞതോടെ മരിച്ചു. പൊട്ടലും ഇതിന്റെ പുകയും കൊണ്ടാണ് ഞങ്ങൾ പുറത്തേക്ക് ചാടുന്നത്. പിന്നെ 5 മിനിറ്റ് പുറത്ത് കഴിയുമ്പോഴേക്ക് മരിച്ചിക്ക് ഇത് കിട്ടാണ്ട് ഓക്സിജൻ കിട്ടാണ്ട് മരിച്ചത്. വെന്റിലേറ്ററിലായിരുന്ന മേപ്പാടി സ്വദേശി നസീറയും മാറ്റിയതിനു ശേഷമാണ് മരിക്കുന്നത്. എമർജൻസി എക്സിറ്റുകൾ തുറന്നിരുന്നില്ലെന്നും ബന്ധുക്കളുടെ ആരോപണം. ഡോറ് ചാകുട്ടി പൊട്ടിച്ചിട്ടാണ് ഉള്ളിലേക്ക് കടന്നിട്ട് പേഷ്യന്റിനെയൊക്കെ പുറത്തേക്ക് ഇറക്കിയത്. അത് സിസ്റ്റർമാർ ഇവരൊക്കെ കൂടി ഉണ്ടായിരുന്നു, ഡോക്ടർമാർ ഇവരൊക്കെ ഉണ്ട്. സെക്യൂരിറ്റിക്കാർ ഒറ്റൊന്നിനും അവിടെ കണ്ടില്ല. അഗ്നിസുരക്ഷാ സംവിധാനവും ഉദ്യോഗസ്ഥർ ആശുപത്രിയിലില്ലെന്നും ഇക്കാര്യത്തിൽ ഗുരുതരമായ വീഴ്ച സംഭവിച്ചതായും കോൺഗ്രസ് ആരോപിച്ചു. ഐറൺ സേഫ്റ്റിയുടെ കാര്യത്തിൽ മെഡിക്കൽ കോളേജിന്റെ ഭാഗത്ത് നിന്ന് അതീവ ഗൌരവതരമായിട്ടുള്ള വീഴ്ച ഉണ്ടായിട്ടുണ്ട്. ആ വീഴ്ച സെപ്പറേറ്റ് അന്വേഷണത്തിന് വിധേയമാക്കണം. അതേസമയം വൈകാതെ തന്നെ രോഗികളെ പുറത്തെത്തിക്കാൻ കഴിഞ്ഞെന്ന് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സജിത് കുമാർ പറഞ്ഞു. മരിച്ചവരുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിച്ചു. മീഡിയ 1 കോഴിക്കോട്.